നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അണിഞ്ഞൊരുങ്ങിയ ദോഹ തുറമുഖം ഖത്തർ ബലൂൺ ഫെസ്റ്റിവൽ ആഘോഷം പൊടിപൊടിക്കും. പരമ്പരാഗത പായ്ക്കപ്പൽ മത്സരം ഉൾപ്പെടെ മാരിടൈം മേളകൾക്ക് വേദിയൊരുക്കി രാജ്യത്തിന്റെ ഏറ്റവും സജീവമായ ഇടമായി മാറാൻ ദോഹ തുറമുഖം തയ്യാറെടുക്കുന്നു. ഈ മാസം 19-ാം തീയതി ആരംഭിക്കുന്ന ഖത്തർ ബലൂൺ ഫെസ്റ്റിവലാണ് പ്രഥമ വിനോദ പരിപാടി. മൂന്നാമത് ഖത്തർ ബലൂൺ ഫെസ്റ്റിവൽ ഈ മാസം 19 മുതൽ 28 വരെയാണ്. ഓൾഡ് ദോഹ പോർട്ടിന് സമീപം നടക്കുന്ന ഫെസ്റ്റിവലിൽ 50 കൂറ്റൻ ബലൂണുകളാണ് അണിനിരക്കുക. ഖത്തർ ബലൂൺ ഫെസ്റ്റിവൽ ഇക്കുറി കൂടുതൽ വർണ്ണാഭമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50-ലേറെ വൈവിധ്യമാർന്ന ഹോട്ട് എയർ ബലൂണുകളാണ് 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിവലിൽ മാനത്ത് വർണ്ണവസന്തം തീർക്കുന്നത്. ആകാശത്തെ ബലൂണുകൾക്കൊപ്പം സംഗീതവും മറ്റു കലാപരിപാടികളും ഭക്ഷണ കൗണ്ടറുകളുമൊക്കെയായി താഴെയും ആഘോഷം പൊടിപൊടിക്കും. മ്യൂസിക് ബാൻഡുകൾ, ഡിജെകൾ, ഗായകർ എന്നിവരൊക്കെ ചേർന്ന് 10 ദിവസവും പരിപാടികളുണ്ടാകും. രാത്രിയിൽ ബലൂണുകളുടെ വിസ്മയ കാഴ്ചകളും സന്ദർശകർക്ക് ഹരം പകരും. സ്ട്രോബെറി, സൺഫ്ലവർ, പക്ഷി, ഹൃദയം തുടങ്ങിയ വിവിധ ആകൃതിയിലുള്ള കൂറ്റൻ ബലൂണുകളാണ് ഖത്തറിൽ ആകാശത്ത് വിസ്മയം തീർക്കാൻ കാത്തിരിക്കുന്നത്. പിന്നാലെ പരമ്പരാഗത പായ്ക്കപ്പൽ മത്സരം, മാരിടൈം ഇവന്റുകൾ, മേളകൾ എന്നിങ്ങനെ കൂടുതൽ ആഘോഷങ്ങൾക്കും കാഴ്ചകൾക്കും വേദിയാകും. 4 വർഷം കൊണ്ട് നവീകരണം പൂർത്തിയാക്കിയ തുറമുഖം കഴിഞ്ഞ വർഷം ഫിഫ ലോകകപ്പിന് മുമ്പായാണ് തുറന്നത്. പെട്ടെന്ന് തന്നെ ലോകകപ്പിനെത്തിയ ആരാധകരുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നായി തുറമുഖം മാറി. പ്രതിദിനം 8,000 മുതൽ 10,000 സന്ദർശകരാണ് എത്തുന്നത്. പുതുവർഷത്തിലും സന്ദർശകരുടെ പ്രവാഹം നിലച്ചിട്ടില്ല. ജനുവരി ആദ്യ ആഴ്ചയിൽ 3,04,00,000 സന്ദർശകരാണ് എത്തിയത്. അത്യാധുനിക സൗകര്യങ്ങളും പുത്തൻ കാഴ്ചകളുമായി ഒരു ചെറുനഗരത്തിന്റെ രൂപത്തിലും ശൈലിയിലും ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ദോഹ തുറമുഖത്തിന്റെ അടിമുടി മാറ്റം. ആഡംബര കപ്പലുകൾക്ക് നങ്കൂരമിടാൻ അറബ് പൈതൃകം പ്രതിഫലിപ്പിക്കുന്ന പ്രത്യേക ഡിസൈനുള്ള നൂതന സൗകര്യങ്ങളോടുകൂടിയ ഗ്രാൻഡ് ടെർമിനൽ, വാണിജ്യ ഇടമായ മീന ഡിസ്ട്രിക്ട് എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. അത്യാധുനിക സൗകര്യങ്ങളും പുത്തൻ കാഴ്ചകളുമായി ഒരു ചെറുനഗരത്തിന്റെ രൂപത്തിലും ശൈലിയിലും ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ദോഹ തുറമുഖത്തിന്റെ അടിമുടിയുള്ള ഈ മാറ്റം. സഞ്ചാരികളുമായി ആഡംബര കപ്പലുകൾ നങ്കൂരമിടുന്നതും ഇവിടെയാണ്. കോർണിഷിലേക്കുള്ള പ്രവേശന നടപടികൾ പോലെ ഫ്ലോട്ടിംഗ് ഹോട്ടലുകളിലെയും കപ്പലുകളിലെയും ജീവനക്കാർ മുതൽ അതിഥികൾക്ക് വരെ പ്രവേശനത്തിന് ഹയ കാർഡ് നിർബന്ധമാണ്. ഖത്തറിന്റെ വസ്തുശൈലി പ്രകടമാക്കുന്ന തുറമുഖത്തിന്റെ രൂപമാറ്റം 4 വർഷത്തെ നിർമ്മാണത്തിലൂടെയാണ് രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായും ആഡംബര കപ്പലുകൾക്കുള്ള മറീനയായും തുറമുഖത്തെ മാറ്റിയത്. ചരക്കുകളുടെ ഇറക്കുമതി കയറ്റുമതിയുമായി ഏറ്റവും തിരക്കേറിയ തുറമുഖമായിരുന്നു ദോഹ തുറമുഖം. ഖത്തറിന്റെ സമുദ്ര വ്യാപാരത്തിന് ആക്കം കൂട്ടി പുതിയ ഹമദ് തുറമുഖം തുറന്നതോടെയാണ് ഇവിടുത്തെ കാർഗോ പ്രവർത്തനങ്ങൾ അവിടേക്ക് മാറ്റിയത്. വരും ദിനങ്ങളിൽ ദോഹ തുറമുഖത്തെ സഞ്ചാരികളുടെ തിരക്കേറും. ചെറിയ യാട്ടുകൾ, ഫ്ലോട്ടിംഗ് ഹോട്ടലുകളായി പ്രവർത്തിക്കുന്ന തടികൊണ്ട് നിർമ്മിച്ച 30 ബോട്ടുകൾ, വ്യക്തിഗത കപ്പലുകളും യാട്ടുകളും എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് യാട്ടുകൾ സ്വീകരിക്കുന്നത്. 50-നും 160 മീറ്ററിനും ഇടയിലുള്ള വലിയ യാട്ടുകൾക്കായി 50 പാർക്കിംഗ് സ്ഥലങ്ങളുമുണ്ട്. 12,000 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള MSCയുടെ 3 ക്രൂസ് ഷിപ്പുകളും ഇവിടെയാണ് നങ്കൂരമിടുക. ഓടാനും നടക്കാനുമായി 5 കിലോമീറ്റർ പാത, 5 കിലോമീറ്റർ സൈക്കിൾ പാത, പൂന്തോട്ടങ്ങൾ എന്നിവയും ഇവിടെയുണ്ട്. 8 ലക്ഷം ചതുരശ്ര മീറ്ററിലാണ് തുറമുഖം. തുറമുഖത്തു നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെയാണ് ലോകകപ്പ് കാർണിവൽ വേദിയായിരുന്ന ദോഹ കോർണിഷ്. കപ്പലുകളിൽ താമസിക്കുന്ന ആരാധകർക്ക് പ്രധാന കേന്ദ്രമായ സുഖ് വാക്കിഫിലേക്ക് പോകാൻ സൗജന്യ ഷട്ടിൽ ബസ്സുകളുമുണ്ട്. തുറമുഖത്തു നിന്ന് ഖത്തർ നാഷണൽ മ്യൂസിയത്തിന് സമീപത്തെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ 5,000 മീറ്ററാണ് ദൂരം. 50-ലധികം റെസ്റ്റോറന്റുകൾ, 100 വിൽപ്പനശാലകൾ, 8 ലക്ഷം ചതുരശ്ര മീറ്ററുകളിലായി 100-ലധികം വ്യാപാര വാണിജ്യ ബിസിനസ് ശാലകൾ, ഫ്ലോട്ടിംഗ് ഹോട്ടലുകൾ, 5 നക്ഷത്ര സൗകര്യങ്ങളോടുകൂടിയ മിന ഹോട്ടൽ ആൻഡ് റെസിഡൻസ് തുടങ്ങി 30 മുറികളും 150 ഹോട്ടൽ അപ്പാർട്ട്മെന്റുകളുമാണ് തുറമുഖത്തുള്ളത്. ലോകകപ്പ് കാണാനെത്തിയ ആരാധകർക്ക് മിന ഡിസ്ട്രിക്റ്റിലെ ഈ ഹോട്ടൽ ആഡംബര താമസ സൗകര്യം ഒരുക്കിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.